मैंने कभी सोचा नहीं था कि तू मुझसे यूं जुड़ जाएगा। गुम थी मेरी थोड़ी हंसी पर फिर तू मुझको यूं मिल ही गया। अब लग रहा है कुछ नया सा, जो तू यहाँ तो आसमां भी है झुका सा। अब तुझ में ही यूं थम गई है मेरी ये जिंदगी। तुझसे मिले तो लग रहा है कि मंजिल मिल गई। ഫസ്റ്റ് കണ്ടത് കോളേജിൽ നിന്ന്. ഇവിടുന്നായിരുന്നു. അല്ല, കണ്ടത് കോളേജിന്റെ ഏതൊക്കെ ഭാഗത്ത് കണ്ടിട്ടുണ്ട്. പക്ഷെ ഡയറക്റ്റ് കാണുന്നത് ഭാഗ്യ വന്നിട്ടാണോ, ജൂനിയർ ആയിരുന്നു. ഭാഗ്യ വന്നതാ, കരയിപ്പിച്ചു. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോ സോറി പറഞ്ഞു. പിന്നെ അങ്ങനെ സെറ്റായി. അവരുടെ ഫ്രണ്ട്സിനായിട്ട് ഓൾറെഡി ഞാൻ നല്ല ക്ലോസ് ആയിരുന്നു. അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ക്യാൻറ്റീനിന്ന് ഫ്രണ്ട്സൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ റിക്വസ്റ്റ് ചെയ്തപ്പോൾ ആളും 4 ആളിങ്ങനെ കൂടി വെക്കുമ്പോൾ എന്ത് ചെയ്യുക, റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കും റിക്വസ്റ്റ് ഇന്ത്യക്ക് അയക്കേണ്ടി വന്നു. അങ്ങനെ ഒരു ഹൈമെന്ന് തുടങ്ങിയതാണ്. അതൊന്ന് സ്റ്റാർട്ട് ചെയ്തു. എന്റെ സോറി പറഞ്ഞു. സോറി കുറെ പറഞ്ഞു. അങ്ങനെ പിന്നെ ഇങ്ങനെ റിലേഷനിലായി. അപ്പോൾ നമ്മുടെ ഫവാസും സഹലും അവരെ സംബന്ധിച്ചിടത്തോളം രണ്ടും ഒരേ വൈബിളുള്ള ആൾക്കാരാണ് അല്ലേ. ഒരാൾ ചിലപ്പോൾ കുറഞ്ഞിട്ടാണെങ്കിൽ ഒരാൾ ചിലപ്പോൾ ശരിക്കും ഇതിന് ഓപ്പോസിറ്റാണ് കപ്പിൾസിൽ വരല്. പക്ഷെ ഇത് രണ്ടും ഒരേപോലെ തന്നെ. ഈ രണ്ടാളും ഒന്നാവാൻ എല്ലാരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും പോലെ ലവ് മാരേജില്. कभी टूट वो जाना दिल का उनके अंदाज़े करम उन पे वो आना दिल का। मैं परस्तों से गिलाना है ना शिकवा कोई, मैं परस्तों से गिलाना है ना शिकवा कोई. അങ്ങനെ പിന്നെ കുറെ പ്രശ്നങ്ങളൊക്കെ ആയി, കുറെ ബ്രേക്കപ്പ് ആയി, ആഴ്ചയിൽ ബ്രേക്കപ്പ് ആവുന്നു. പിന്നെ നമ്മള് റെഡി ആവും. അല്ല, പ്രശ്നങ്ങൾ എന്തുണ്ടായാലും ഡയറക്റ്റ് കണ്ടു കഴിഞ്ഞാൽ തീരുന്നത് ഉണ്ടായി. ശരിയാ. ജസ്റ്റ് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫോണിൽ കൂടി ഭയങ്കര അലമ്പാണെങ്കിലും മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒക്കെ പ്രശ്നം എന്താന്ന് പോലും ഓർമ്മ ഉണ്ടാവില്ല. അതെ അതെ.
രണ്ടുപേരും ഒരേ വൈബുള്ള ആൾക്കാർ ഇനി ജീവിതം തുടങ്ങുകയാണ്. അപ്പോൾ ആ ജീവിതത്തിൽ അവസാനം വരെ ഫുള്ളത് ഭയങ്കര എൻജോയ്മെൻ്റ് ആയിട്ടും എൻ്റർടൈൻമെൻ്റ് ആയിട്ടും അതവർക്ക് ഉപകരിക്കട്ടെ എന്ന് രണ്ടുപേർക്കും നമുക്ക് വിഷ് ചെയ്യാം അല്ലേ. ഹാപ്പി മാരീഡ് ലൈഫ്.